സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി. ഇന്ന് ജനജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി. ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ ഫാമെഡ്, സ്വിഗ്ഗി, സൊമാറ്റോ മുതലായ ആപ്പുകൾ നിങ്ങൾക്ക് പരിചിതമാണ്. ഈ ആപ്പുകളെല്ലാം ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശൃംഖലയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സേവനങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങളിൽ എത്താനായിട്ട് ഇത് സാധിക്കുന്നു എന്നുള്ളതാണ്. എത്ര വിദൂരത്തായിരുന്നെങ്കിലും അവിടെയെല്ലാം നമുക്ക് ഡെലിവറി സേവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സർവീസ്, പ്രോഡക്റ്റ് ഇവയെല്ലാം നമുക്ക് എത്തിക്കുവാനായിട്ട് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിലൂടെ സാധിക്കുന്നു. കൊമേഴ്സ് ബിസിനസ് നമുക്ക് ഡയറക്റ്റായിട്ടും തുടങ്ങാം, അതുപോലെ തന്നെ മറ്റുള്ള പാർട്ട്ണർഷിപ്പ് ഉപയോഗിച്ച് നമുക്ക് തുടങ്ങാവുന്നതാണ്. ഇ കൊമേഴ്സിലുള്ള വിജയസാധ്യതകൾ വളരെ കൂടുതലാണ്. ശരിയായ രീതിയിൽ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ ഒരു ഉന്നതമായ ഒരു ഭാവി കരസ്ഥമാക്കാവുന്നതാണ്. കൊമേഴ്സ് ഇൻഡസ്ട്രിക്ക് അത്യാവശ്യം വേണ്ടത് നല്ലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണോ, എന്ത് സർവീസാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ ധാരണ അനുസരിച്ച് വേണം നമ്മൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ടും അത് കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലുമുള്ളതായിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ. ഇന്നത്തെ കാലത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ നമ്മുടെ വിരൽത്തുമ്പിൽ മൊബൈൽ ആപ്പിലൂടെ നമുക്ക് ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം. അതെന്തുമായിക്കോട്ടെ, എന്ത് പ്രോഡക്റ്റ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഭക്ഷണം കഴിക്കണം, നിങ്ങൾക്ക് പുറത്തു പോകാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് ഭക്ഷണം ഡെലിവറി കിട്ടണം, നിങ്ങൾ ചിലപ്പം സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാം, അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകളുടെ ആപ്പിൽ ഓർഡർ ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും. ഇതെല്ലാം മാറ്റിമറിച്ചിരിക്കുന്ന പുരാതനമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ വരവോട് കൂടിയിട്ട് വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി ധാരാളം ആളുകൾക്ക് ജോലി നൽകുന്നതോടൊപ്പം തന്നെ ഏറ്റവും വലിയ വ്യവസായ മേഖലയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സിൽ സേവനങ്ങളും സാധനങ്ങളും മാത്രമല്ല ഡെലിവറി ചെയ്യുന്നത്, അതുപോലെ തന്നെ അറിവ് പകരുന്ന തരത്തിലുള്ള സേവനങ്ങളും ഇ കൊമേഴ്സിലൂടെ നൽകുന്നുണ്ട്. അതായത് ട്യൂഷൻ, ദൂരെയുള്ള ആളുകൾക്ക് നമ്മൾ ട്യൂഷൻ എടുക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുക, കോഴ്സുകൾ നടത്തുക, ഇവയൊക്കെ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പുതുതായിട്ടൊരു വ്യവസായം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കൃത്യമായ പ്ലാനുകൾ ഉണ്ടാകണം. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കൃത്യമായ പ്ലാനിങ് ഉണ്ടാകണം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകണം. ആ ധാരണ ഉണ്ടായതിനു ശേഷം നമ്മൾ അത് എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ എൻഡിലുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിലേക്ക് നമ്മൾ നമ്മുടെ സർവീസ് അല്ലെ പ്രോഡക്റ്റ് എത്തിക്കുന്നത് നല്ല രീതിയിലായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഇ കൊമേഴ്സ് പറയുമ്പോൾ അതിൽ വെബ്സൈറ്റിലെ ആപ്പ് ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കണം. അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്താനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കണം. അതുപോലെ തന്നെ SEO ചെയ്തിട്ടുള്ളതായിരിക്കണം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നല്ലൊരു ആപ്ലിക്കേഷൻ ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഒരു നല്ല ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി വെബ്സൈറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ ഒന്നെങ്കിൽ നിങ്ങൾ അതിലൂടെ ഒരു പ്രോഡക്റ്റ് വിപണനം നടത്താനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ സെല്ല് ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം. നിങ്ങൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കുക, ഓൺലൈനായിട്ട് കോഡിങ്ങുകൾ പഠിപ്പിക്കുക, അങ്ങനെ അനവധി സാധ്യതകളുണ്ട്. നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അനവധി പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓൺലൈനിൽ. അതെല്ലാം ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ വിചാരിക്കും ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്നത് മാത്രമായിരിക്കും. അല്ല, ഇതിന് അനവധി സാധ്യതകളുണ്ട്, ചാൻസുകളുണ്ട്. ഏറ്റവും നൂതനമായിട്ടുള്ളതും നവീനവുമായിട്ടുള്ള രീതിയിൽ നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനിലൂടെ സേവനങ്ങളും പ്രോഡക്റ്റുകളും നമുക്ക് സെയിൽ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ വിവരങ്ങൾ കളക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ കൊമേഴ്സ് ഇൻഡസ്ട്രിയിലൂടെ സാധിക്കുന്നതാണ്. ഇന്ന് രാജ്യത്താകമാനമുള്ള വ്യവസായങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിവേഗം വളരുന്ന ഒരു മേഖലയാണ് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി, അതല്ലെങ്കിൽ ഇ ബിസിനസ് എന്ന് പറയാം. നമ്മൾ ഓൺലൈനിലൂടെ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും സർവീസുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇതിൽ
ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ പ്രധാന ഭാഗം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെറിയ മുതൽ മുടക്ക് വൻ മുതൽ മുടക്കിലുള്ള വലിയ വലിയ സംരംഭങ്ങൾ വരെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ്, നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതുപോലെ എവിടെയെങ്കിലും ഹോട്ടൽ റൂം ബുക്കിംഗ്, ട്രാവൽ ഏജൻസി, ഇതെല്ലാം നമുക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇവയെല്ലാം ചെറിയ മുതൽ മുടക്ക് മുതൽ നിങ്ങൾക്ക് ആരംഭിക്കാവുന്ന ബിസിനസ്സുകളാണ്. ഇതിലെല്ലാം വേണ്ടത് നല്ലൊരു നേതൃത്വ പാഠവും നിങ്ങൾക്കുണ്ടായിരിക്കണം, ചെയ്യുന്ന മേഖലയെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയുണ്ടായിരിക്കണം എന്നുള്ളതാണ്.